പശ്ചിമേഷ്യയുടെ ആകാശത്ത് ഇന്ന് വിലാപഗീതങ്ങളല്ല, മറിച്ച് മിസൈലുകളുടെ ഗർജനമാണ് മുഴങ്ങുന്നത്. ഇറാന്റെ ആത്മീയ കരുത്തായിരുന്ന ആയത്തുള്ള അലി ഖമേനിയുടെ വേർപാടിൽ രാജ്യം വിങ്ങിപ്പൊട്ടുമ്പോൾ ആ കണ്ണുനീരിന്മേൽ ആഗ്നേയാസ്ത്രങ്ങൾ വർഷിച്ചുകൊണ്ട് ശത്രുക്കൾ വളയുന്ന കാഴ്ചയാണ് ലോകം കാണുന്നത്. ഇറാന്റെ സൈനിക വിഭവശേഷിയെ പാടെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ അമേരിക്കയും ഇസ്രയേലും ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്ന സംയുക്ത സൈനിക നീക്കം അഴിച്ചുവിടുമ്പോൾ അത് കേവലം ഒരു യുദ്ധമല്ല, മറിച്ചൊരു നാഗരികതയുടെ അതിജീവനത്തിനായുള്ള പോരാട്ടമായി മാറുകയാണ്. തങ്ങളുടെ പരമോന്നത നേതാവിന്റെ വിയോഗത്തിൽ തളരാതെ ലക്ഷക്കണക്കിന് ജനങ്ങളുടെയും റവല്യൂഷണറി ഗാർഡുകളുടെയും പിന്തുണയോടെ ഇസ്രയേൽ അമേരിക്ക ലക്ഷ്യങ്ങൾക്ക് നേരെ മിസൈലുകൾ തൊടുത്തുവിട്ട് ഇറാൻ പ്രത്യാഘാതനം നടത്തുന്നു. ആയത്തുള്ള അലി ഖമേനി എന്ന യുഗപുരുഷന് വിടചൊല്ലാൻ ഇറാനിലെ ഇമാം ഖൊമേനി മുസല്ലയിൽ ലക്ഷക്കണക്കിന് വിശ്വാസികൾ കണ്ണുനീരോടെ ഒത്തുകൂടുമ്പോൾ ആ വിലാപത്തെപ്പോലും യുദ്ധകാഹളം കൊണ്ട് നേരിടാനാണ് സാമ്രാജ്യത്വശക്തികൾ ശ്രമിക്കുന്നത്. ഖമേനിയുടെ വിയോഗം ഇറാന്റെ അന്ത്യമാണെന്ന് കരുതിയവർക്ക് തെറ്റുപറ്റിയെന്ന് തെളിയിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ മകൻ മുജിത്തബ ഖമേനിയെ പുതിയ പരമോന്നത നേതാവായി തെരഞ്ഞെടുത്തത് രാജ്യത്തിന്റെ നിശ്ചയദാർഢ്യത്തിന് കരുത്തേകി. തങ്ങളുടെ ആത്മീയ നേതാവിനെ നഷ്ടപ്പെട്ട വേദനയെ ഒരു വൻ പ്രതിരോധമാക്കി മാറ്റിയ ഇറാൻ ഓപ്പറേഷൻ ഹോണസ്റ്റ് പ്രോമിസ് 4 ശത്രുപാളയങ്ങളെ വിറപ്പിച്ചുകഴിഞ്ഞു. അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ട് തൊടുത്തുവിട്ട 40-ലധികം ബാലിസ്റ്റിക് മിസൈലുകൾ വെറുമത് തിരിച്ചടിയല്ല, മറിച്ച് തങ്ങളുടെ പരമാധികാരത്തിനുമേൽ കൈവച്ചാൽ പശ്ചിമേഷ്യയുടെ ഭൂപടത്തിൽ നിന്ന് ശത്രുക്കളെ തുടച്ചുനീക്കുമെന്ന ഇറാന്റെ പ്രഖ്യാപനമാണ്. സൗദി അറേബ്യയിലെയും UAEയിലെയും അമേരിക്കൻ താവളങ്ങൾക്ക് നേരെയുള്ള ഡ്രോൺ ആക്രമണങ്ങൾ വ്യക്തമാക്കുന്നത് ഇറാന്റെ സൈനിക നട്ടെല്ല് തകർക്കാൻ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറിക്ക് കഴിയില്ലെന്നാണ്. റവല്യൂഷണറി ഗാർഡുകളുടെ ഓരോ ചുവടുവെപ്പിലും ഖമേനിയുടെ പോരാട്ടവീര്യം പ്രതിഫലിക്കുന്നുണ്ട്. ഹോർമൂസ് കടലിടുക്കിന്റെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുത്തതിലൂടെ ലോകത്തിന്റെ തന്നെ സാമ്പത്തിക ഞരമ്പുകൾ തങ്ങളുടെ കൈപ്പിടിയിലാണെന്ന് ഇറാൻ തെളിയിച്ചു കഴിഞ്ഞു. അമേരിക്കൻ കടന്നുകയറ്റത്തിനെതിരെയും ഇസ്രയേലിന്റെ അധിനിവേശ മോഹങ്ങൾക്കെതിരെയും ഇറാൻ നടത്തുന്ന ഈ ചെറുത്തുനിൽപ്പ് ഒരു രാഷ്ട്രത്തിന്റെ മാത്രം പോരാട്ടമല്ല, മറിച്ച് അടിച്ചമർത്തപ്പെട്ട ജനതകളുടെയാകെ പോരാട്ടമായി മാറുകയാണ്. ശത്രുക്കളുടെ ആധുനിക ആയുധശേഖരത്തേക്കാൾ വലിയ ആയുധം ഇറാന്റെ ആത്മബലമാണെന്ന് ഓരോ മിസൈൽ വിക്ഷേപണവും അടിവരയിടുന്നു. ആയത്തുള്ള അലി ഖമേനി എന്ന കരുത്തുറ്റ നേതൃത്വത്തിന്റെ വിയോഗം ഇറാനെ തളർത്തുമെന്ന വ്യാമോഹിച്ച ശത്രുക്കൾക്ക് മിസൈൽ ഗർജനങ്ങൾ കൊണ്ടാണ് ഇറാൻ മറുപടി നൽകുന്നത്. ഒരു ജനത ഒന്നടങ്കം തങ്ങളുടെ പ്രിയ നേതാവിനായി വിലാപയാത്രയിൽ അണിനിരക്കുമ്പോൾ അവരുടെ ഓരോ തുള്ളി കണ്ണുനീരും പ്രതികാരത്തിന്റെ അഗ്നിയായി മാറുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. അമേരിക്കയും ഇസ്രയേലും ചേർന്ന് ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറിയിലൂടെ ഇറാന്റെ ആത്മവീര്യം തകർക്കാൻ ശ്രമിക്കുമ്പോഴും റവല്യൂഷണറി ഗാർഡുകൾ തൊടുത്തുവിടുന്ന ഓരോ മിസൈലും സാമ്രാജ്യത്വ അധിനിവേശത്തിന് നേരെ ഉയരുന്ന വിരൽ ചൂണ്ടലുകളാണ്. അടിച്ചമർത്തപ്പെട്ട ജനതകളുടെ ശബ്ദമായി ഇറാൻ നിലകൊള്ളുമ്പോൾ മുജിത്തബ ഖമേനിയുടെ നേതൃത്വത്തിൽ രാജ്യം കൂടുതൽ ഐക്യത്തോടെ പോരാട്ടവീഥിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. ശത്രുക്കളുടെ നൂതനമായ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെപ്പോലും നിഷ്പ്രഭമാക്കിക്കൊണ്ട് ഓപ്പറേഷൻ ഹോണസ്റ്റ് പ്രോമിസ് 4 ഇറാൻ തെളിയിക്കുന്നത് ആയുധബലത്തേക്കാൾ വലുത് ഒരു ജനതയുടെ പോരാട്ടവീര്യമാണെന്നാണ്. ഹോർമൂസ് കടലിടുക്കിന്റെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുത്തതിലൂടെ ലോക സാമ്പത്തിക ക്രമത്തെ നിയന്ത്രിക്കാനുള്ള തങ്ങളുടെ കരുത്ത് ഇറാൻ ഒരിക്കൽ കൂടി ബോധ്യപ്പെടുത്തി. ഇത് കേവലം ഒരു പ്രാദേശിക സംഘർഷമല്ല, മറിച്ച് പശ്ചിമേഷ്യയിലെ അമേരിക്കൻ അധിനിവേശത്തിന്റെ അന്ത്യം കുറിക്കാനുള്ള ചരിത്രപരമായ മുന്നേറ്റമാണ്. കുവൈറ്റിലും സൗദിയിലുമുള്ള അമേരിക്കൻ താവളങ്ങൾക്ക് നേരെയുള്ള കൃത്യമായ ഡ്രോൺ ആക്രമണങ്ങൾ സൂചിപ്പിക്കുന്നത് ഇറാന്റെ പ്രതിരോധ വലയം എത്രമാത്രം സുശക്തമാണെന്നാണ്. ഇസ്രയേലിന്റെ സൈനിക കേന്ദ്രങ്ങളെ വിറപ്പിച്ചുകൊണ്ട് ടെൽ അവീവ് മേഖലയിൽ ഇറാൻ നടത്തിയ മിസൈൽ വർഷം പതിറ്റാണ്ടുകളായി തങ്ങൾ അനുഭവിക്കുന്ന പീഡനങ്ങൾക്കുള്ള മറുപടിയാണ്. ലോകമെമ്പാടുമുള്ള സാമ്രാജ്യത്വ വിരുദ്ധ ചേരികളുടെ പിന്തുണയോടെ തങ്ങളുടെ മണ്ണും അന്തസ്സും സംരക്ഷിക്കാൻ ഇറാൻ നടത്തുന്ന ഈ ചെറുത്തുനിൽപ്പ് വരും തലമുറകൾക്ക് ആവേശമായി മാറും. ശത്രുക്കളുടെ ഭീഷണികൾക്ക് മുന്നിൽ മുട്ടുമടക്കാത്ത ഈ ഇച്ഛാശക്തിയാണ് ഇറാന്റെ യഥാർത്ഥ കരുത്ത്. പശ്ചിമേഷ്യൻ സംഘർഷം ഒരാഗോള യുദ്ധത്തിന്റെ പ്രതീതി ജനിപ്പിച്ചുകൊണ്ട് അതീവ സങ്കീർണമായ തലത്തിലേക്ക് നീങ്ങുകയാണ്. ലോകശക്തികൾ വിവിധ ചേരികളിലായി അണിനിരക്കുമ്പോൾ അമേരിക്ക ഇറാന്റെ സൈനികശേഷി പൂർണ്ണമായും ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെ 2000-ലധികം കേന്ദ്രങ്ങളിൽ അതിശക്തമായ ആക്രമണം നടത്തിക്കഴിഞ്ഞു. ചർച്ചകൾക്കുള്ള സാധ്യതകളെല്ലാം തള്ളിക്കളഞ്ഞ ട്രംപ് ഭരണകൂടം സൈനിക നടപടിയുമായി മുന്നോട്ടു പോകാനാണ് തീരുമാനിച്ചത്. ഇതേസമയം ഇസ്രയേൽ ഇറാന്റെ ഹൃദയഭാഗമായ ഇറാനിലെ മെഹ്റാബാദ് വിമാനത്താവളവും പ്രധാന സുരക്ഷാ കേന്ദ്രങ്ങളും ലക്ഷ്യമിട്ട് വ്യോമാക്രമണം കടുപ്പിച്ചു.
എന്നാൽ ഈ കടന്നാക്രമണങ്ങൾക്ക് മുന്നിൽ പതറാതെ ഇറാൻ 40-ലധികം മിസൈലുകൾ ശത്രുതാവളങ്ങൾക്ക് നേരെ തൊടുത്തുവിടുകയും ലോകത്തിന്റെ സാമ്പത്തിക ഞരമ്പായ ഹോർമൂസ് കടലിടുക്കിന്റെ പൂർണ്ണ നിയന്ത്രണം തങ്ങൾക്കാണെന്ന് അവകാശപ്പെടുകയും ചെയ്തു. മേഖലയിലെ മറ്റു രാജ്യങ്ങളും ഈ പോരാട്ടത്തിൽ ഭാഗഭാക്കാകുന്നുണ്ട്. ഇറാനിയൻ ഡ്രോണുകളെ പ്രതിരോധിക്കാൻ ഫ്രാൻസ് തങ്ങളുടെ അത്യാധുനിക റഫേൽ വിമാനങ്ങളെ വിന്യസിച്ചപ്പോൾ തങ്ങളുടെ ആകാശപരിധി ലംഘിച്ചെത്തിയ 2 ഇറാനിയൻ ക്രൂയിസ് മിസൈലുകളെ സൗദി അറേബ്യ വെടിവെച്ച് വീഴ്ത്തി. ഇത്തരത്തിൽ ഓരോ രാജ്യവും തങ്ങളുടെ സൈനിക നിലപാടുകൾ വ്യക്തമാക്കുന്നതോടെ പശ്ചിമേഷ്യ ഒരു വലിയ സ്ഫോടനത്തിന്റെ വക്കിലാണ്. ഈ യുദ്ധം കേവലം അതിർത്തികൾ തമ്മിലുള്ള പോരാട്ടമല്ല, മറിച്ച് പശ്ചിമേഷ്യയിലെ ജനതയുടെ അഭിമാനവും സ്വത്വവും സംരക്ഷിക്കാനുള്ള ജീവൻമരണ പോരാട്ടമാണ്. അമേരിക്കൻ അധിനിവേശത്തിനും ഇസ്രയേലിന്റെ കടന്നുകയറ്റത്തിനുമെതിരെ ഇറാൻ ഉയർത്തുന്ന ഈ പ്രതിരോധം ലോകമെമ്പാടുമുള്ള അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് വലിയൊരു പ്രചോദനമാണ് നൽകുന്നത്. ശത്രുക്കളുടെ 2000-ലധികം ആക്രമണങ്ങളെ നേരിട്ടിട്ടും തങ്ങളുടെ പരമോന്നത നേതാവിന്റെ വിയോഗത്തിലുമിടയിൽ ഇറാൻ പ്രകടിപ്പിക്കുന്ന ഈ അസാമാന്യമായ മനക്കരുത്ത് അവരെ ലോകത്തിന്റെ മുൻനിര പോരാളികളാക്കി മാറ്റുന്നു. തങ്ങളുടെ മണ്ണിൽ ശത്രുക്കളുടെ ബൂട്ടുകൾ പതിയാൻ അനുവദിക്കില്ലെന്ന ദൃഢനിശ്ചയത്തോടെ നടത്തുന്ന ഓരോ സൈനിക നീക്കവും സാമ്രാജ്യത്വത്തിന്റെ അന്ത്യം കുറിക്കാനുള്ള ശംഖോലിയാണ്. ഈ പ്രതിസന്ധിഘട്ടത്തിലും ഇറാൻ മുന്നോട്ടുവയ്ക്കുന്ന ആത്മവിശ്വാസം വരും തലമുറകൾക്ക് വലിയൊരു പാഠമാണ്. ലെബനോനിലെ ഹിസ്ബുള്ള മുതൽ യമനിലെ ഹൂത്തികൾ വരെയുള്ള ഇറാൻ അനുകൂല ഗ്രൂപ്പുകൾ ഈ പോരാട്ടത്തിൽ കൈകോർക്കുന്നത് ശത്രുപാളയങ്ങളിൽ വലിയ പരിഭ്രാന്തിയാണ് സൃഷ്ടിക്കുന്നത്. ഖമേനിയുടെ പിൻഗാമിയായി മുജ്തബ ഖമേനി എത്തുമ്പോൾ ഇറാൻ കൂടുതൽ കരുത്തോടെയും വ്യക്തമായ തന്ത്രങ്ങളോടെയും ഈ യുദ്ധത്തെ നേരിടുമെന്നുറപ്പാണ്. ഫുറേഷ്യ ശക്തികളുടെ ഭീഷണിക്ക് മുന്നിൽ മുട്ടുമടക്കാത്ത ഇറാന്റെ ഈ നിശ്ചയദാർഢ്യം പശ്ചിമേഷ്യയുടെ ഭാവി തന്നെ മാറ്റിമറിക്കാൻ പോന്നതാണ്. ലോകമെമ്പാടുമുള്ള സമാധാനകാമികളും സാമ്രാജ്യത്വ വിരുദ്ധരും ഇന്ന് ഇറാന്റെ ഈ മഹത്തായ ചെറുത്തുനിൽപ്പിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു.